നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ലയൻസ് ഏകദേശം ഒരു 1.5% റാലി രേഖപ്പെടുത്തി നിഫ്റ്റിയിലേക്ക് 35 പോയിൻറ്റും ടാറ്റ മോട്ടേഴ്സും ITCയും നിഫ്റ്റിയിലേക്ക് 15ഉം 18ഉം പോയിൻറ്റും കോൺട്രിബ്യൂട്ട് നടത്തി നിഫ്റ്റി 100 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ തന്നെ ക്ലോസ് നടത്തി. യുഎസിൽ നിന്ന് ഇന്നലെ GDP ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവായിരുന്നു. എന്നാൽ എൻവിഡിയ സ്റ്റോക്ക് ഇന്നലെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 8% ഇടിഞ്ഞതുകൊണ്ട് എൻവിഡിയ സ്റ്റോക്ക് US മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ സെയിം പോയിൻറ്റ് 8% ഇടിഞ്ഞത് കൊണ്ട് തന്നെ നാസ്ഡാക്ക് ഫോൾ ആയിട്ടുണ്ടെന്ന്. എന്നാൽ ഡോ ഏകദേശം 243 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് രീതിയിലാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ രാവിലെ മിക്സഡാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നിഫ്റ്റി ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് ഭേദപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ സമയം 6:30 മുതൽ മുന്നോട്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായ വാല്യൂ പറയുന്നില്ല. നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ ആപ്പിൽ തന്നെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നിഫ്റ്റിയുടെ വാല്യൂ കാണാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ നോക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം 9 മണിക്ക് എന്താണുള്ള സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ 9:10 സെൻറ്റിമെൻറ്റ്സ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിന് മുമ്പ് നമ്മൾ ന്യൂസിൽ പറയുന്നത് കൊണ്ട് അതിൽ വലിയൊരു അർത്ഥമില്ല. വലിയ ഫോളോ വലിയ ഒരു ഉണ്ടെങ്കിൽ നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ആദ്യം ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് നെഗറ്റീവിൽ അടിച്ചത് കാണാൻ സാധിക്കും. എൻവിഡിയ 8% ഇടിഞ്ഞതുകൊണ്ട് ഡോ 243 പോയിൻറ്റിൻ്റെ പ്ലസ് ആയിരുന്നു. FTSE CAC 40 ഫ്രാൻസ് മാർക്കറ്റുകൾ, ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ മിക്സ്ഡ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 59,000, അതിന് താഴെ ബ്രന്റ് ഓയിൽ 78, അതിന് താഴെ ഗോൾഡ് $2,517 പെർ ഔൺസ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ICICI ബാങ്കും അതുപോലെ തന്നെ HDFC ബാങ്കും പോസിറ്റീവായിരുന്നു. ഡോക്ടർ റെഡ്ഡി 1.5% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എക്സ്റ്റൻഡ് അവേഴ്സിൽ വീണ്ടും 1.5% കയറി. അപ്പോൾ ഓൾമോസ്റ്റ് GDR ലൈൻ സെറ്റ് താഴെ കാണാം. GDRൽ 3% ഗെയിൻ രേഖപ്പെടുത്തി. അപ്പോൾ ഒരു നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ വാല്യൂ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. GDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ ഇതേ കമ്പനികളാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിക്ക് അവിടെ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റമോ അല്ലെങ്കിൽ വലിയ ഇടിവോ ഇന്ത്യൻ മാർക്കറ്റിലും നെക്സ്റ്റ് ഡേ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ADR സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് എവിഡൻ്റ് ആണ്. HDFC ബാങ്ക്, വിപ്രോ, ഇൻഫോസിസ്, ഈ സ്റ്റോക്കുകളിൽ അവിടെ ഏകദേശം ഒരു 5% മുകളിൽ റിയാക്ഷൻ നടത്തിയപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ അതേ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ADR നോക്കുന്നത്. ഇനി ഇന്ന് സെൻസെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സെൻസെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ സ്പോട്ട് ഉള്ളത് 82,134 PCR 1.24 ആണ്. മേജർ റെസിസ്റ്റൻസ് സോൺ 82,500, 83,000 സപ്പോർട്ട് 82,000. പുട്ട് റൈറ്റിംഗ് ഉണ്ട്. പുട്ട് റൈറ്റ് ചെയ്യുന്നത് ആളുകൾ പുട്ട് റൈറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊരു ബുള്ളിഷാണ്. 81,500 സപ്പോർട്ട് സോണുകൾ. സെൻസെക്സിന് ഒരു പ്രശ്നമുള്ളത് നിഫ്റ്റിയിലുണ്ടാക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 3 മടങ്ങ് മൂവ്മെൻറ്റാണ് സെൻസെക്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ നിഫ്റ്റി എത്രയാണോ എത്ര മാത്രം റാലിയോ അല്ലെങ്കിൽ ഫോളോ ആകുമെന്നാണ് നിങ്ങളുടെ ഒരു സ്പെക്കുലേഷൻ എങ്കിൽ ആ ഒരു സ്പെക്കുലേഷൻ്റെ പുറത്ത് ഏകദേശം ഒരു 3.5 മടങ്ങോളം സ്പെക്കുലേഷൻ സെൻസെക്സിൽ ചെയ്താൽ മാത്രമാണ് സെൻസെക്സിൽ നിഫ്റ്റിയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ചില ആളുകൾ മിഡ് ക്യാപ്പിലൊക്കെ ചെയ്യാറുണ്ട്. മിഡ് ക്യാപ്പിൽ ആ ഒരു തിയറിയല്ല. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ 20% അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ മിഡ് ക്യാപ്പിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഓരോ ഇൻഡെക്സും അതാത് രീതിയിലാണ് പെർഫോമൻസ് നൽകുന്നത്. അപ്പോൾ അതാത് ഇൻഡെക്സിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണെന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക. 1, 2, 3, 4 മാസം വാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. കാരണം ഇതൊരു ബിസിനസ്സാണല്ലോ. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തു,
ന്യൂസിൽ പറഞ്ഞ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചു, എനിക്ക് 5000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, വളരെ നന്ദിയെന്ന്. അങ്ങനത്തെ യാതൊരു നന്ദി പ്രകാശനത്തിൻ്റെ ആവശ്യകതയില്ല. കാരണം ന്യൂസിൽ നമ്മൾ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളായിരിക്കും ഉണ്ടാവുക. അത് മാർക്കറ്റിൽ ഇൻവേഴ്സും സംഭവിക്കും. അതായത് പോസിറ്റീവ് ന്യൂസ് നെഗറ്റീവായിട്ടും നെഗറ്റീവ് ന്യൂസ് പോസിറ്റീവായിട്ടൊക്കെ സംഭവിച്ചേക്കാം. ഇതൊരു ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുണ്ടാക്കുന്ന പ്രോഫിറ്റിന് ക്രെഡിറ്റ് ചാനലിനല്ല, നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ തീരുമാനങ്ങളാണല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ ഒരു ആളും സ്റ്റോക്കിൻ ന്യൂസിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് വാങ്ങിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കമൻറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അത് ആക്ച്വലി ചാനലിൻ്റെ എത്തിക്സിന്, ചാനൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെതിരെയാണ്. നമ്മൾ ന്യൂസ് ഷെയർ ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു കോംപ്ലിമെൻറ്റും നമുക്ക് വേണ്ട. സ്റ്റോക്കിൻ്റെ ആദ്യത്തെ വാർത്തയിൽ ഇൻഫോസിസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇൻഫോസിസ് എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ലോങ് ടൈം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഷുഗർ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ് എത്തനോളിൽ നിന്ന് കെയിൻ ജ്യൂസിൽ നിന്ന് എത്തനോൾ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. RVNL സ്റ്റോക്ക് ഇവർ പട്ടേൽ എഞ്ചിനീയറിംഗ് ആയിട്ടൊരു പുതിയ ഹൈഡ്രോ ഇൻഫ്രാ പ്രൊജക്റ്റ് അവർ ഇന്ത്യയിലും ഓവർസീസിലും ചെയ്യാനായിട്ട് ധാരണയായി. ITA കമ്പനി ഇവരുടെ വെസ്റ്റ് ബംഗാളിലുള്ള 500 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ കിട്ടി. ജെയ് കോർപ്പ് കമ്പനി 118 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. NBCC കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. CDSL കമ്പനി പുതിയ CEO MD ആയിട്ട് നേഹൽ ഓർമേനെ അപ്പോയിൻ്റ് ചെയ്തു. L&T ലെമൺ ട്രീ ഹോട്ടൽ അയോധ്യയിൽ പുതിയ ഹോട്ടൽ അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ആനന്ദ് രാജ് കമ്പനി ഷിജാൻജി പ്രോപ്പർട്ടീസിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. NTPC കമ്പനി 160 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ സോളാർ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. RVNL കമ്പനി പട്ടേൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ്. AVP ഇൻഫ്ര 70 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടാറ്റ സ്റ്റീൽ 26% സ്റ്റേക്ക് പരിവാർ പോർട്ടിൽ അവർ അക്യൂർ ചെയ്തു. 3M ഇന്ത്യ കമ്പനി അവർ 3M ഇലക്ട്രോ കമ്മ്യൂണിക്കേഷനായിട്ട് മെർജ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്കുള്ളത്. വിശദമായിട്ട് വൈകിട്ട് 7 മണിക്ക് ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്കായിട്ട് എത്താൻ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.